بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ വാക്കുകൾ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് ഉപകാരം തന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്താണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവൻ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാൻ ഖുർആനിന്റെ ആ ഓർമ്മപ്പെടുത്തൽ തന്നെ ധാരാളമാണ്. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് അവിടെ കൊടുക്കാനുള്ളത്, അവിടെ വിസ്തരിക്കപ്പെടുന്നിടത്ത് എന്ത് മറുപടിയാണ് പറയേണ്ടത്, എന്താണ് നമ്മുടെ കയ്യിൽ പറയാനുള്ളത് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചന എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ നന്നായി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ നമ്മുടെ പൂർവികരായ ആളുകളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർ ആ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ എത്ര വലിയ കഠിനമായ മനസ്സും അല്ലെങ്കിൽ എത്ര വലിയ തന്റേടമുള്ള സ്വഭാവവും വളരെ ലളിതമായി മൃദുലമായി അവർ ഒന്നുമല്ലാതെ കരച്ചിലിന്റെ മുന്നിൽ അവരുടെ പരാജയം സമ്മതിച്ചു കൊടുക്കുന്ന അവസ്ഥ കാണാറുണ്ട്. ചരിത്രത്തിലെ വലിയ വലിയ ധീരന്മാരും ശൂരന്മാരും ഒക്കെ ആയിരിക്കും അവർ. പക്ഷെ നാളത്തേക്ക് എന്ത് തയ്യാറാക്കി എന്ന് ചോദിച്ചാൽ ആ തയ്യാറാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചനയിൽ അവരെ സംബന്ധിച്ച് അവർ ഒന്നും അല്ല എന്ന് സ്വയം സമ്മതിക്കുകയാണ്. മഹാനായ അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബിയാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നെയ്ത്ത് വിദ്യയിൽ വളരെ നൈപുണ്യമുള്ള ഒരു സ്വഹാബിയാണ്. നല്ലോണം വസ്ത്രം നെയ്തുണ്ടാക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. ഒരിക്കലൊരു വസ്ത്രമുണ്ടാക്കി അങ്ങാടിയിൽ വിൽക്കാൻ കൊണ്ടു ചെന്നപ്പോ ആ വസ്ത്രം മഹാനവറുകൾ വലിയ വില കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുപോയതാണ്. പക്ഷെ വാങ്ങാൻ വന്നയാള് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തൊക്കെയോ അപാകത നിരീക്ഷിക്കുന്ന പോലെ അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിക്ക് തന്റെ ഒരു ഉൽപ്പന്നം തന്റെ അടുക്കൽ നിന്നും വാങ്ങാൻ വരുന്ന ആള് അങ്ങനെ നോക്കുന്ന ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം അത്ര കണ്ട് കുറ്റമറ്റ നിലയിൽ നെയ്ത്ത് വിദ്യയിലെ നിപുണൻ എന്ന ഒരു സ്ഥാനം മഹാനവറുകൾക്ക് ആ കാലം അംഗീകരിച്ചു കൊടുത്തതാണ്. ആ മനുഷ്യൻ മഹാനവറുകളുടെ വസ്ത്രം സൂര്യപ്രകാശത്തിന്റെ ഭാഗത്തേക്ക് നിവർത്തി പിടിച്ചിട്ട് അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തിയിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ആ വസ്ത്രനെയ്ത്തിലെ അപാകതയെ കുറിച്ച് സൂചിപ്പിച്ചു. അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട പണം ഈ വസ്തുവിന് തരാൻ എനിക്ക് കഴിയില്ല, കാരണം ഇതിൽ അപാകതയുണ്ട്. മഹാനായ അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സഹോദരൻ, കച്ചവടക്കാരനായ മറ്റേയാള്, ഇത് വാങ്ങാൻ വന്നയാള് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കരയൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നേക്കാം. അത്താ ഇബ്നു അബീ യസാർ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പൈസ കുറച്ച് പറഞ്ഞതിന്റെ പേരിൽ കരഞ്ഞതല്ല ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നെയ്ത്ത് വിദ്യ. ആ നെയ്ത്ത് വിദ്യയിലൂടെ ഞാൻ ഉണ്ടാക്കിയ ഒരു വസ്ത്രം, എന്റെ വലിയൊരു ശ്രമം ഇതിലുണ്ട്, എന്റെ വലിയൊരു ആത്മാർത്ഥത ഇതിലുണ്ട്, എന്റെ കുറെ സമയം ഇതിലുണ്ട്. ഞാൻ അത്ര കണ്ട് ശ്രമിച്ചിട്ടും ഒരു മനുഷ്യനായ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ അതിന്റെ അപാകതകളെ കുറിച്ച് കണ്ടെത്തുകയും എന്നെ ഉണർത്തുകയും ചെയ്തല്ലോ. എന്നാൽ ഇതിനേക്കാൾ ഏറെ ഞാൻ ശ്രമിക്കേണ്ടതും എന്റെ സമയം ചെലവഴിക്കേണ്ടതുമായ എന്റെ അമലുകളെ കുറിച്ച് മനുഷ്യനല്ല പരിശോധിക്കാ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നാളെ പരിശോധിക്കാം. അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എത്ര അപാകത ആ അമലുകളിൽ ഉണ്ടാകും, എന്റെ ജീവിതത്തെ വിസ്തരിക്കുന്നോടത്ത് കാണപ്പെടും. ആ ഒരു നാളെയെ കുറിച്ച് ഞാൻ ആലോചിച്ചതാണ്. അല്ലാഹുവേ, മഹാന്മാരുടെ ചിന്ത. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. സൂറത്തുൽ ഹശർ. എത്ര സ്നേഹത്തോടുകൂടെയാ അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചത്. അല്ലാഹുവേ, ആ വിളി കേട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ. നമ്മുടെ മനസ്സിൽ അല്ലാഹു തഖ്വ നൽകട്ടെ. ഇത് വല്ലാത്തൊരു ഉപദേശമാണ്. അല്ലാഹനെ സൂക്ഷിക്കണേ, പടച്ചോനെ പേടിക്കണേ. ഇനി പറയുന്നു, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ ശരീരവും നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കിയതെന്ന് ആലോചിക്കട്ടെ. നാളെ എന്താ തയ്യാറാക്കിയത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ. നാളേക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നഷ്ടപ്പെടൂല, അല്ലാഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ സൂറത്ത് യാസീൻ. നാളേക്ക് എന്താ തയ്യാറാക്കിയത് ആലോചിച്ചിട്ടുണ്ടോ? എന്താ തയ്യാറാക്കിയത്? നാളേക്ക് എന്താ തയ്യാറാക്കിയത്? നാളെ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് ഓരോ ശരീരവും ആലോചിക്കട്ടെ. നാളെന്താ ഉള്ളത്? കുറെ സിനിമ കണ്ടതോ? നാളെന്താ ഉള്ളത്? കുറെ പരദൂഷണം പറഞ്ഞതോ? അല്ലാഹു കാക്കട്ടെ. നാളേക്ക് എന്താണ് തയ്യാറാക്കാനുള്ളത്? തഖ്വ തന്നെ, പടച്ചോനെ പേടിക്കുക, അല്ലാഹനെ ഓർത്തിട്ട് കരയാ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അല്ലാഹനെ ഓർത്ത് കരയുന്ന സ്വഭാവം. ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളും അത് ചെയ്യുന്നുണ്ട്, നമുക്കതറിയില്ല. നമ്മളത് അറിയുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോഴേ അള്ളാഹുവിന്റെ വലിയ അള്ളാഹനെ വഴിപ്പെടാത്ത ഒന്നുമില്ല. ഇവിടെ എല്ലാവരും വഴിപ്പെടുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സുദീർഘമായി ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ മണ്ണിലുള്ള സർവ്വതും അള്ളാഹനെ വഴിപ്പെടുന്നുണ്ട്. ആകാശം വഴിപ്പെടുന്നുണ്ട്, ഭൂമി വഴിപ്പെടുന്നുണ്ട്, സമുദ്രത്തിന്റെ തിരമാല പോലും തസ്ബീഹുകളാ ചൊല്ലുന്നത്. ഈ കരയുടെ മൗനത്തിനും അള്ളാഹുവിനോടുള്ള വഴിപാടുണ്ട്, കടലിന്റെ ഗാനത്തിനും അള്ളാഹുവിനോടുള്ള വഴിപാടുണ്ട്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ വഴിയിലാണ്. ഈ ഭൂമിയിലൂടെ പടർന്നു പിടിക്കുന്ന ചെറിയ ചെറിയ ചെടികളുണ്ടല്ലോ, ചെടിത്തണ്ടുകൾ, അതും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വലിയ വൃക്ഷങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുക. ആകാശത്തിലും ഭൂമിയിലുള്ള സർവ്വരും. ചെറിയ ചെറിയ വള്ളിച്ചെടികൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയ വൃക്ഷങ്ങളും സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ ഭാഷയിലുള്ള സുജൂദല്ല, നമ്മുടെ വിവേകത്തിൽ തിരിച്ചറിയപ്പെടാവതല്ല. എല്ലാരും വഴിപ്പെടാം.
അള്ളാഹിനെ വഴിപ്പെടണം. ഓരോരുത്തരും നാളത്തേക്ക് എന്ത് തയ്യാറാക്കി എന്ന് ആലോചിക്കട്ടെ ഖുർആൻ. ഇനി കണ്ടോ, ചില സംഭവങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാ? ലൗ കാന ബഅദി നബിയ്യൻ ലകാന ഉമർ ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീന ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവാചകത്വ നിയോഗത്തിന് ഇനി ഒരു അവസരമുണ്ടെങ്കിൽ, ലൗ കാന ബഅദി നബിയ്യൻ ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. ഒരു പ്രവാചകത്വ നിയോഗത്തിന്റെ പക്വതയാണ് ഇവിടെ പറയുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇനി ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു. ലൗ എന്ന പ്രയോഗത്തിൽ തുടങ്ങുന്ന കാര്യം ലവിന്റെ മദ്ഹൂലും മുഹാലാണ് എന്ന് അറബി വ്യാകരണത്തിലുണ്ട്. സാധ്യതയില്ലാത്ത കാര്യം കൊണ്ടാ ലൗ കാന ബഅദി നബിയുൻ എന്ന് പറഞ്ഞത്. ലൗ എന്ന പ്രയോഗം അറബിയിൽ വന്നാൽ അതിന് ശേഷമുള്ള കാര്യം സംഭവിക്കാവതല്ല. അങ്ങനെ ഒരു പ്രവാചകത്വ പക്വതയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ്, വലിയ മഹാൻ, മാ ഫിസ് സമാഇ മലകുൻ ഇല്ലാ വഹുവ യുവഖിറു ഉമർ. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്ക് പോലും അല്ലാഹുവിന്റെ ആകാശത്തിലില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഒരിക്കൽ ചോദിച്ചു. മഹാനവറുകൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിസ്തരിക്കുകയാണ്. എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? മഹാനവറുകൾക്ക് ഒരു പ്രത്യേകമായ ഡയറി പോലത്തെ ഒരു പുസ്തകമുണ്ടായിരുന്നു. മഹാനവറുകൾക്ക് ഒരു ഏട്, സഹീഫത്ത്, ഒരു ഏട് ഉണ്ടായിരുന്നു, ഒരു പുസ്തകം, ഒരു ഡയറി. മഹാനവറുകൾ ഈ ഒരാഴ്ച, ഈ ഇന്നത്തെ ദിവസം മുതൽ അടുത്ത ആഴ്ചയിലെ ഇതേ ദിവസം വരെയുള്ള ആ 7 ദിവസത്തെ സർവ്വ കാര്യങ്ങളും മഹാനവറുകൾ അതിലെഴുതും. മിനൽ ഖൈരി വശരി, നല്ലതും എഴുതും ചീത്ത എഴുതും. അങ്ങനെ ഒരു ദിവസമോ 2 ദിവസം അല്ലാതെ ചെയ്ത് ജീവിതത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ ഇങ്ങനെ ഡയറി എഴുത്തുണ്ടായിരുന്നു. എങ്ങനെ ഡയറി എഴുതാം? ഈ ആഴ്ചയിൽ ഇന്നത്തെ ഈ ദിവസം മുതൽക്ക് അടുത്ത ആഴ്ച വരുമ്പോൾ ഇതേ ദിവസം വരുന്ന അന്ന് വരെയുള്ള 7 ദിവസത്തെ നല്ലതും ചീത്തയും എഴുതും. ഫൈദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എത്തുമ്പോൾ യുഅറദു അഅമാലുൽ ഉസ്ബുഇ അലാ നഫ്സിഹി, മഹാനവറുകൾ ഒരാഴ്ച ചെയ്ത അമലുകൾ മുഴുവൻ, നല്ലതും ചീത്തയും, ചീത്ത ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം മഹാൻ അള്ളാഹിനെ പേടിച്ച് ജീവിച്ചൊരു മഹാനായതുകൊണ്ട് മഹാനവറുകളുടെ മുന്നിൽ അത് വായിക്കപ്പെടും. ഈ ഒരാഴ്ചത്തെ കണക്ക് മുഴുവൻ വായിക്കപ്പെടും. ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹിന്റെ പൊരുത്തത്തില്ല, ഇല്ലാത്ത കാര്യമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന് ബോധ്യപ്പെട്ടാൽ, ഈ ഒരാഴ്ചയിലെ പ്രവർത്തനങ്ങളിൽ പടച്ചോൻ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ, മഹാനവറുകൾ ചാട്ടവാറ് കൊണ്ടുവന്നിട്ട് സ്വന്തം ശരീരത്തിൽ തല്ലും. അവിടുത്തെ മുതുകിലേക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ ചാട്ടവാറ് കൊണ്ട് വീശിയടിക്കും. ശരീരത്തിൽ ചാട്ട കൊണ്ടടിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്പെടുന്ന ഭാഗം മുഴുവൻ അടിച്ച് വീർപ്പിക്കും. തടിച്ചു വരും, അടി കൊണ്ടിട്ട് പൊട്ടും. എന്നിട്ടോ മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ, ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബികൾ ശ്രമിച്ചു. ഫൈദം ഫീ ലഹരിഹി വജംബൈഹി സവാദും മിൻ കസറത്തിൽ ദർബി. 2 ചുമലിലും ചാട്ട കൊണ്ട് ഇങ്ങോട്ടടിക്കും. 2 ചുമലിലും മഹാനവറുകളുടെ മുതുകിലും ശരീരത്തിലും ഒക്കെ അങ്ങനെ അടികൊണ്ട പാടാം. എന്നിട്ടോ മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. മഹാനവറുകൾ അടിക്കാൻ നേരം ചോദിക്കത്രേ, ഉമറേ, നീ ഇത് ചെയ്തതല്ലേ? നീ ചെയ്തോ? നീ ഇങ്ങനെയല്ലേ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തെ ശകാരിച്ചുകൊണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ മഹാനവറുകളുടെ ജീവിതത്തെ സ്വയം വിചാരണ നടത്തി. വല്ലാത്തൊരു ജീവിതമായിരുന്നു അത്. സ്വന്തം ജീവിതത്തിന്റെ കണക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പരിശോധിക്കുന്നതിന് മുന്നേ
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള കണക്ക് നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കണം എന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വന്തം ജീവിതത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെയ്യുന്ന നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്നൊരു ആലോചന നമുക്കുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. മഹാനവറുകളെ കുറിച്ച് പിന്നെയും പറയുന്നു, ഖുർആനിലെ അദാബിന്റെ ആയത്ത് കേട്ടാൽ കരഞ്ഞു വീഴും. ഖുർആനിൽ അദാബിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നാളെ വരാനിരിക്കുന്ന അദാബുകൾ പാപികളായ മനുഷ്യന്മാർക്ക് അല്ലാഹു വെച്ച ആ നാളത്തെ അദാബ് കേൾക്കുമ്പോൾ ഇന്നേ കരയും. അങ്ങനെ കരഞ്ഞിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുണ്ടല്ലോ ഈ രീതിയിലൂടെ ജീവിച്ചപ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആന്റെ ആയത്ത് കേട്ട് ബോധം കെട്ട് വീണിട്ടുണ്ട്. ആ മഹാൻ മുസ്ലിം ആയത് തന്നെ ഖുർആൻ കേട്ടിട്ട. ആദ്യമായിട്ട് കേട്ടതല്ല ഖുർആൻ. പെങ്ങള് പാരായണം ചെയ്യുന്നത് ആദ്യം കേട്ടതല്ല. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. അങ്ങ് പ്രയാസപ്പെടാനല്ല നബിയെ ഖുർആൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഖുർആൻ എത്ര മനോഹരം! ഈ ഖുർആൻ ജീവിതത്തിന്റെ ഹരിതാപകാലത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോവുകയാണ്. വിമോചനത്തിന്റെ സമവാക്യം പറഞ്ഞ ഖുർആൻ, സന്തോഷത്തിന്റെ സമവാക്യം പറഞ്ഞ ഖുർആൻ, സഹനത്തിന്റെ പ്രതീകമായ ഖുർആൻ, സമാധാനത്തിന്റെ പ്രതീകമായ ഖുർആൻ. ഇതിന്റെ ശാന്തതീരത്തേക്ക് ഞാനും ഓടിയെടുക്കുകയാണ്. ഒന്നിങ്ങ് തന്ന പെണ്ണെ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ ഈ ഖുർആൻ. ശുദ്ധിയില്ലാത്തവന് ഇത് കൊടുക്കാൻ പറ്റൂല ഉമറേ. എന്റെ നേരെ നോക്കി എന്റെ പെങ്ങളെ ഇങ്ങനെ ശടിച്ച് പറയാൻ വിധം അവൾക്ക് മനസ്സിന് കരുത്ത് കൊടുത്തോ. ആരാണ് ഈ കരുത്ത് കൊടുത്തത്? ആ കരുത്ത് കൊടുത്തത് പരിശുദ്ധ ഖുർആൻ. ഹബീബിന്റെ സമീപത്തേക്ക് ഓടാണ്. ഒട്ടകങ്ങളും ആടുമാടുകളും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമ്പത്തും ഓഫറായി വെച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ്സെടുക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞേൽപ്പിക്കുമ്പോ ഈ വാർത്ത കേട്ട ഉടനെ സ്വഹാബികൾ സമാധാനമില്ലാതെ ദാറുൽ അർഖമിൽ മുത്തനബിക്ക് കാവൽ നിന്നു. അങ്ങോട്ടാ ഓടിച്ചെല്ലുന്നത്. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിൽ നിന്നും ആയുധം വലിച്ചെറിയും വിധം ആ മനസ്സിനെ കീഴടക്കിയത് പരിശുദ്ധ ഖുർആൻ. അദാബിന്റെ ആയത്ത് കേട്ട് കഴിഞ്ഞാൽ മഹാനവറുകൾ കരഞ്ഞ് നിലം പതിക്കുമായിരുന്നു. മഹാനവറുകൾ വയകൂനും മരീളം വയജിഉ അസ്ഹാബുഹു ലിൽഇയാദത്തി വഅലാ വജ്ഹിഹി ഖത്താൻ മിൻ കസറത്തി സൈലാനി ദമൂഇ ഐനൈഹി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മരണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആ മഹാനുഭാവനെ സന്ദർശിക്കാൻ വേണ്ടി രോഗസന്ദർശനത്തിന് ചെന്ന സ്വഹാബികൾ ആ മുഖത്ത് കണ്ടത് രണ്ട് കറുത്ത വര. അദ്ദേഹം ധാരാളം കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് ഒലിച്ചിറങ്ങിയോടുത്ത് കറുത്ത വര മുഖത്ത് കവിൾത്തടത്തിൽ കണ്ടിരുന്നു എന്ന്. അത്രത്തോളം മഹാനവറുകളുടെ ജീവിതം. മജാലിസുൽ അബ്റാറിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ്. യാ ലൈതനീ ലം തലിദ്നി ഉമ്മി. പടച്ചോനെ, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നേർന്നെങ്കിൽ പടച്ചോനെ എത്ര നന്നായിരുന്നു. അത്രത്തോളം ഈ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം റബ്ബിനോട് നിർവഹിക്കാനുള്ള ബോധത്തെക്കുറിച്ച് ഈ മഹാൻ ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ മാതൃകയായത്. മഹാനവറുകൾ ഒരിക്കൽ പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടപ്പോൾ തന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്നും താഴെ വീണിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് തൂറിന്റെ 10 ആയത്തുകൾ ആരോ പാരായണം ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സഞ്ചാര സമയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തൂരി വകിതാബിൻ മസ്തൂരിൻ ഫീ റഖ്ഖിൻ മൗസൂരിൻ വൽ ബൈത്തിൽ മഅ്മൂരി വസ്സഖ്ഫിൽ മർഫൂഅ് വൽ ബഹ്റിൽ മസ്ജൂൻ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ ഇങ്ങനെ പോവാ, ഒട്ടകത്തിന്റെ പുറത്ത്. അപ്പോഴാണ് ഈ ആയത്തുകൾ കേൾക്കുന്നത്. തൂര് പർവ്വതത്തെ തന്നെയാണ് സത്യം. എല്ലാം രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദിനെ തന്നെയാണ് സത്യം. എല്ലാ തെളിവുകളും റബ്ബിന്റെ അടുക്കലല്ലേ, തെളിവുകൾ തന്നെയാണ് സത്യം. ബൈത്തുൽ മഅ്മൂറിനെ തന്നെയാണ് സത്യം. ഉയർത്തപ്പെട്ട മേലാപ്പ് ആകാശത്തെ തന്നെയാണ് സത്യം.
ലോകാവസാന നേരത്ത് കത്തിക്കപ്പെടുന്ന സമുദ്രമേ, നിന്നെ തന്നെയാണ് സത്യം. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. ആരോ പാരായണം ചെയ്തു, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. തീർച്ചയായും താങ്കളുടെ റബ്ബ് പറഞ്ഞു വെച്ചിരിക്കുന്ന അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ആയത്തങ്ങ് കേട്ടപ്പോൾ മാലഹു മിൻ ദാഫിഅ. ആപത്തിനെ, അദാബിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയൂല എന്ന് ഖുർആൻ അങ്ങ് പറയുന്ന ഈ ആയത്തുകൾ കേട്ടപ്പോൾ മഹാനവറുകൾ താഴെ വീണു, തന്റെ വാഹനത്തിൽ നിന്നും താഴെ വീണു. ആ സമയം സ്വഹാബികൾ ഓടി വന്ന് വാരിക്കോരി എടുത്തിട്ട് മഹാനവറുകളെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിന. പിന്നെ 1 മാസ കാലഘട്ടം മഹാനവറുകൾ അതിന്റെ പേരിൽ പുറത്തിറങ്ങിയില്ല. ഒരു അദാബിന്റെ ആയത്ത് കേട്ട കരയോരുന്നു. നാളേക്ക് വേണ്ടി എന്താ ഉള്ളതെന്ന് ആലോചിക്കുക. സ്വന്തം ജീവിതത്തിൽ എന്താ ഉള്ളത്? നമുക്കൊരു തോന്നലുണ്ട്, കുറെ അമലും ചെയ്യാം, കുറെ ഹറാമും ചെയ്യാം. അമലൊക്കെ ചെയ്യുമ്പോൾ ഹറാമൊക്കെ പോകുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യമില്ല. ഖുർആൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ഓതിയ ആയത്തിന്റെ ബാക്കി, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസുഹും എന്നാണ്. അള്ളാനെ മറന്ന് ഒരു നിമിഷം ജീവിക്കണം എന്നൊരു തീരുമാനം നമ്മുടെ മുന്നിൽ വന്നു പോയാൽ, പടച്ചോന് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ ചെയ്യണേന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവൂല എന്തായാലും. എന്നിട്ടും അത് അവഗണിച്ച് നമ്മൾ അത് തുടരാണെങ്കിൽ പിന്നെ ഒരു നന്മ ചെയ്യാൻ അവന് കഴിയൂല. അള്ളാഹു മറപ്പിച്ചു കളയുമെന്ന് ഖുർആൻ. നന്മ എപ്പോഴും ചെയ്യാൻ കഴിയില്ല സഹോദര. നന്മ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തന്നാൽ മാത്രമേ നന്മ ചെയ്യാൻ കഴിയൂ. എന്തോരം നന്മ ചെയ്യാൻ അവസരം ഉണ്ടായ എത്രയോ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ട് കണ്ടിട്ട് അവിടുത്തെ ശിക്ഷണം സ്വീകരിച്ച സ്വഹാബത്തിന്റെ മാറ്റങ്ങൾ കണ്ടിട്ട് ഖുർആൻ സത്യമാണെന്നും ബോധ്യമായിട്ട് നല്ലതിലേക്ക് വരാൻ കഴിയാത്ത എത്ര ആളുകൾ അന്നുണ്ടായി. ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ എവിടെ ചേരും എന്നതിനെ കുറിച്ച് വിലയിരുത്താൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. പ്രവാചക പക്ഷത്ത് ചേരോ അബൂജഹലിന്റെ പക്ഷത്ത് ചേരോ? ജീവിതത്തിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നല്ലത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ലത് നാളേക്കുണ്ട്. നാളേക്ക് ഒന്നും എന്റെ കയ്യിലില്ല എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാവും. ഒന്ന് കരയണം, അള്ളാന്റെ ശിക്ഷയെ ഓർത്ത് ഒന്ന് കരയണം. ഒരു ഇമരോമം നനഞ്ഞിരിക്കണം നമ്മുടെ കണ്ണുനീരുകൊണ്ട്. വലിയ ഗുണമല്ലേ അള്ളാഹു നമുക്ക് തരുന്നത്. عن كعب الأحبار رضي الله عنه أنه قال لأن أبكي من خشية الله حتى تسيل دموع عيني أحب إلي من أن أتصدق بوزن نفسي ذهبا. كعب الأحبار رضي الله عنه മഹാനായ സ്വഹാബി, തൗറാത്തിലും ഇഞ്ചീലിലും പഴയകാലത്തെ വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും നല്ല പാണ്ഡിത്യമുള്ള മഹാനായ സ്വഹാബി. ആ മഹാൻ പറയാണ്, അള്ളാനെ ഭയന്നുകൊണ്ട് ഞാനൊന്ന് കരഞ്ഞാൽ ആ കണ്ണുനീരന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ആ രീതിയിലേക്ക് എന്റെ മനസ്സിൽ ഒരു കുളിർമ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നതും എന്റെ ഭാരം എത്രയോ, എന്റെ തൂക്കം എത്രയോ അത്രയും തൂക്കത്തിനും ഭാരത്തിനും സ്വർണം തൂക്കിയിട്ട് എനിക്ക് സമ്മാനമായി തരികയും ചെയ്താൽ, സ്വർണം വേണ്ട എനിക്ക് അള്ളാനെ ഓർത്തൊന്ന് കരയാൻ കിട്ടുന്ന ആ അവസരമാണ് ഞാൻ പ്രാധാന്യം കൊടുക്ക എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ച്, എന്താ തങ്ങളെ അത്രയും വലിയ ഒരു സമ്മാനം കിട്ടിയിട്ട് അതിനേക്കാളും അള്ളാനെ ഓർത്ത് കരയുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? മഹാൻ പറഞ്ഞുല്ലേ, അന്നഹു മാമിൻ ബാക്കിൻ യബ്കി മിൻ ഖശിയത്തില്ലാഹ്. അള്ളാനെ ഭയന്ന് കരഞ്ഞ ആ കരച്ചിലുണ്ടാക്കിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണുനീര് ഈ ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇല്ലാലം യമുസ്സഹുന്നാർ, ആ മനുഷ്യനെ ഒരിക്കലും നരകം സ്പർശിക്കൂല എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടത്രേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് നേരത്തെ കരയണം. ഒരുപാട് കരഞ്ഞാൽ ആ ഒരു മഹാൻ ഉണ്ടാവാൻ. ലോകത്ത് വന്നുപോയ മനുഷ്യന്മാരൊക്കെ മഹാന്മാർ ആയിട്ടുള്ള മനുഷ്യന്മാർ മുഴുവനും കരഞ്ഞിട്ടുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീര് എത്രയാ പടച്ചോനോർത്ത് കരഞ്ഞത്. മഹാനായ നൂഹ് നബി അള്ളാഹിനെ ഓർത്ത് എത്രയാ കരഞ്ഞത്. ദാവൂദ് നബി കരയാൻ തന്നെ ജീവിച്ച മഹാനാണ്. കരച്ചിലേ 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 കരച്ചിലേ.
ദാവൂദ് നബി സുജൂദിലേക്ക് പോയ കരയാ. 10-20 ദിവസം കഴിഞ്ഞാൽ തലപൊക്ക ഒരു സുജൂദ്, കരഞ്ഞങ്ങോട്ട് ആസ്വദിക്ക തന്നെ. ഹബീബിന്റെ കണ്ണുനീര് ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തളത്തിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ആ കണ്ണുനീരിനെ എന്റെ കാലുകൊണ്ട് സ്പർശിക്കും വിധം അതിന്റെ തണുപ്പ് ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ഒരു ദിവസം പാതിരാവിലെ അവിടുത്തെ തേങ്ങലടിച്ചുള്ള ശബ്ദം കേട്ടാ ഞാൻ എഴുന്നേറ്റത്. അവിടുന്ന് മരിച്ചു പോവുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അത്രത്തോളം ഇങ്ങനെ തേങ്ങലടിച്ച് കരയാൻ. എന്താ നബി അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹു അങ്ങേക്ക് തന്നിരിക്കുന്ന പദവി, കഴിഞ്ഞ പാപങ്ങളും വരാനുള്ള പാപങ്ങളും അല്ലാഹു പൊറുക്കുന്ന വ്യക്തിക്ക് എന്ത് പദവിയാണോ കിട്ടുന്നത് ആ പദവിയാ. പാപം ചെയ്യാത്ത അങ്ങേക്ക് പോലും ആ പദവി അല്ലാഹു തന്നത്. പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞാനൊരു അടിമയാണ്, അടിമക്ക് ഉടമയോട് നന്ദിയുണ്ട് ആയിഷ. ആ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ. എനിക്ക് ഇത്രയും ചെയ്തു തന്ന അള്ളാഹുവിന് വേണ്ടി പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാതിരിക്കണം എന്തിനാ? എനിക്ക് ചെയ്യാൻ പാടില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 5:15 സുബഹി വാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടും തിരിഞ്ഞു കിടക്കുന്ന സമൂഹത്തോട് ഈ ഉപദേശം ഇതിനപ്പുറം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബിനോട് അടുക്കാൻ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇബാദത്തുകളും നേരത്തെ ആവണം. നമുക്കതിന് കഴിയണം. നമ്മൾ അതിനായി ജീവിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ഓടിയെടുക്കണം. റബ്ബിലേക്ക് നമുക്ക് സമീപിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബ് ഈ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ എത്തിച്ചു തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.